നാം എല്ലാവരും ഒരുപോലെ അനുഭവിച്ചറിയുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കുഞ്ഞുകുട്ടിയാവാലവർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസന്മാർ ദാസിമാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരാമെന്ന് അരുളിച്ചെയ്ത ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. സമയത്തിന് മുൻപോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് ഒരു വ്യക്തതയും നമുക്കുണ്ടാവുന്നില്ല. എങ്കിലും വേഗത്തിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചിട്ട് അതിനകത്തു നിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി മാത്രം പറഞ്ഞിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുമ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതമായ 27-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 14-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. 27-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നല്ല കർത്താവേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ദൈവവചനത്തിന്റെ ചുറ്റാകെ ഞങ്ങളായിരിക്കുമ്പോൾ അവിടെ ഞങ്ങളോട് ഹൃദയമായിട്ടും ഇടപെട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ ആലോചന തന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണം, ശക്തീകരിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അകത്തും പുറത്തും ദൈവത്തിന്റെ ആത്മാവിന്റെ തേജസ് കൊണ്ട് നിറയ്ക്കണം. ചുറ്റുപാടുകളിൽ സ്വർഗീയ ദൂതഗണത്തെ ആവരണം ചെയ്തുകൊണ്ട് സ്തോത്രം. വിട്ടേച്ചു വന്ന ഭവനവാസികൾ ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ടടിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ശക്തിയോടെ ദൈവത്തിന്റെ വചനം ഉരുവിടുവാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് വായിച്ച തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരും. മുഖവരെ വാക്കുകളോ മറ്റൊന്നും പറഞ്ഞ ആ സമയത്തെ കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പരിമിതമായ സമയം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സമയത്തെ ഭയപ്പെട്ടുകൊണ്ട് വിസ്താര ഭയം ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ഞാൻ ആ വാക്യത്തിലേക്ക് വേഗം വരാം. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് ഈ 27-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മല്ലനാകുന്ന ഇശ്ബീബനോവ് തന്നെ ദാവീദിനെ വധിക്കുവാനായിട്ട് വരുമ്പോൾ അവിടെ വെച്ച് അബിശായി ദാവീദിനെ തുണ നിൽക്കുകയും തന്നെ രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരനുഭവം നമുക്ക് ബൈബിൾ വിശുദ്ധ തിരുവെഴുത്തിരണ്ട് ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സാഹചര്യം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ദാവീദിനെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ദാവീദിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞതാണ്, നീ ഇനി യുദ്ധത്തിന് പോകരുത്. സ്തോത്രം. കാരണം ഇസ്രായേലിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നീയാണ്. അതുകൊണ്ട് രാജാവേ, യുദ്ധത്തിന് പോയി എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങ് എന്തെങ്കിലും ശത്രുവിന്റെ ആക്രമണത്തിൽ തകർന്നു പോയാൽ, ജീവൻ പൊലിഞ്ഞു പോയാൽ ഞങ്ങളുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിലക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാണ്, ഞാനല്ല വെളിച്ചം. അതാണ് 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. യഹോവയാണ് എൻ്റെ വെളിച്ചം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ രാജ്യത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് എനിക്ക് പേടിക്കുവാനോ ഭയപ്പെടുവാനോ ആകുലപ്പെടുവാനോ വ്യാകുലപ്പെടുവാനോ ഒന്നുമില്ല. യഹോവയാണ് നമ്മുടെ വെളിച്ചം. ദൈവത്തിന്റെ സ്തോത്രം. ഞാനല്ല വെളിച്ചം എന്ന് അദ്ദേഹം അസന്നിഗ്ധം അവിടെ അടിവരയിട്ട് ഉറപ്പിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് 1-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇതെന്നൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനം എന്ന് പറയുന്നത് മനുഷ്യന്റെ വായായി നിന്നുകൊണ്ട് ദൈവത്തോട് തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന സങ്കീർണമാകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളും അവസ്ഥകളും ഒക്കെ ദൈവത്തോട് പറയുകയാണ്. എന്നിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന, ദൈവമേ, അവർക്കെതിരെ നിൽക്കുന്ന ശത്രുവായിക്കൊള്ളട്ടെ, മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ആ മണ്ഡലത്തെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് പറയുന്നതാണ്, അവരെ കൊല്ലണം, അവരെ തകർക്കണം, അവരെ മുടിക്കണം, അവർക്ക് പ്രതികാരം ചെയ്യണം, അവരോട് ദൈവത്തിന്റെ ക്രോധം അവരുടെ നേരെ അയക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ സങ്കീർത്തനങ്ങൾ ഓരോന്നും ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷകളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ സങ്കീർത്തനമൊക്കെ പഴയ നിയമത്തിൽ നിൽക്കുന്നത് കൊണ്ട്, പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ആനുപാതികമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന ഞാനും നിങ്ങളും, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന
ഞാനും നിങ്ങളും ഇത് വായിച്ചിട്ട് പഴയ നിയമത്തിൽ തന്നെ നിൽക്കരുത്. അവിടെ നിന്നും അത് വായിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ വന്ന് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം ഇത് വായിച്ച് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്, നമ്മളും പ്രതികാരദാഹികളായി മാറും. നമ്മളും അതുപോലെ പ്രാർത്ഥിക്കും, കൊല്ലണം, തകർക്കണം, മുടിക്കണം, അവരോട് ദൈവത്തിന്റെ ക്രോധം അയക്കണം, അവരെ അങ്ങനെ ചെയ്യണം, സംഹരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളും അങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളത് കൊണ്ട് നമ്മൾ പുതിയ ദൈവ വിശ്വാസികളായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ വാക്യങ്ങൾ വായിച്ച് നമ്മൾ തുടങ്ങുന്നത് പഴയ ദൈവത്തിലാണെങ്കിലും നമ്മൾ നിർത്തുന്നത് പുതിയ ദൈവത്തിലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം നമുക്ക് ശത്രുക്കളെ പ്രതികാരം ചെയ്യാനല്ല, അവർക്കെതിരെ പ്രാർത്ഥിക്കാനല്ല. തിരുവെടുത്ത് നമ്മുടെ കർത്താവായ പുതിയ നിയമ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുയേശു നമ്മെ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് പറഞ്ഞപ്പോ ഒരു സന്തോഷം ആർക്കും ഇല്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമുക്ക് പഴയ നിമിതി തന്നെ നിൽക്കുന്നത് നല്ലതെന്ന് ആമേ ഉള്ളത് കൊണ്ടാണ് ഈ സ്തോത്രം വരാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് നമ്മുടെ യേശു നമ്മളെ പഠിപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ദോഷം ചെയ്താലും നമ്മളെ ഒന്ന് തള്ളിയിട്ടാലും എണീറ്റിട്ട് അവരോട് പ്രതികാരം പറയാതെ ചെയ്യാതെ അവരോട് മറുത്തു പറയാതെ നമ്മൾ ഇപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഹല്ലേലൂയ, എന്റെ പണ്ടത്തെ സ്വഭാവത്തിനായിരുന്നെങ്കിൽ എന്നൊരു വെപ്പ് വെച്ചേ നമ്മൾ പോകാറുള്ളൂ. എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ ഞാൻ രണ്ടു വർത്തമാനം ഞാൻ പറയും എന്ന് നമ്മൾ പറയുന്ന ഇപ്പോഴും നമ്മളെ വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവല്ല, അത് ദുരാത്മാവ് തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അകത്ത് നിന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും പ്രേരക ശക്തികൾ നമ്മെ പറയാൻ നമ്മുടെ കൂടെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാനത് ഉറപ്പിച്ച് പറയാം, അത് ദൈവത്തിന്റെ ആത്മാവല്ല. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നതല്ല, അത് ദുരാത്മാവിൽ നിന്ന് പറയുന്നതാണ്. ആവശ്യമില്ലാത്തത് എന്തെങ്കിലും അകതാരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ നമ്മൾ കോപിക്കുന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ നമ്മൾ പൊട്ടിത്തെറിക്കുന്നെങ്കിൽ അതൊന്നും ദൈവത്തിന്റെ ആത്മാവല്ല, അതെല്ലാം അകത്തിരിക്കുന്ന ദുരാത്മാവാ. ഇന്ന് രാത്രി അതിനെ പിടിച്ച് പുറത്തിറക്കണം. ഹല്ലേലൂയ. കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മളെ ആത്മീകമായി മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ആത്മീകമായി താഴോട്ട് നമ്മളെ തളർത്തി കളയുന്നത്, നമ്മെ പിറകോട്ട് പിടിക്കുന്ന ആ ദുരാത്മ മണ്ഡലത്തെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ ജനമതിനെ ശാസിക്കാൻ ഒരുപെടുന്നെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ വ്യാപരിക്കുന്ന ഒറ്റ വ്യാപാര മേഖലകൾക്ക് നമുക്ക് കുടിയിരിപ്പിന്റെ അവകാശം കൊടുക്കാതെ ഇന്ന് രാത്രി അതിനോട് ഗുഡ് ബൈ പറഞ്ഞത് ശക്തമായി ശാസിക്കാൻ ഒരു ആത്മ സാന്നിധ്യം നമ്മുടെ അകതാരിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് സങ്കീർത്തനത്തിന്റെ ഒരു പശ്ചാത്തലം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ മുൻപ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്നത് മോശയ്ക്ക് പഞ്ചഗ്രന്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ആയതുപോലെയാണ് ഈ സങ്കീർത്തനത്തെയും 5 പുസ്തകങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് അവനും ദാവീദിന്റെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് ഈ സങ്കീർത്തനത്തെ അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ സങ്കീർത്തനം വായിച്ചു പഠിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അനർത്ഥം വരുമ്പോൾ തന്നെ ദൈവം മറയ്ക്കുന്നതും തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നതും ഒക്കെ 5-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. താഴോട്ടുള്ള ഭാഗങ്ങൾ ഒത്തിരി വായിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ എടുത്ത് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും താഴോട്ടുള്ള വാക്യം വായിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ഇങ്ങനെ ഒത്തിരി ജീവിതത്തിന്റെ ദുരനുഭവങ്ങൾ തന്റെ സുഖദുഃഖ സമ്മിശ്രമായ നിലയിലൊക്കെ തന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴൊക്കെ തന്നെ അവിടെ എല്ലാം പിടിച്ചു നിന്നുകൊണ്ട് താൻ പ്രയാസങ്ങളുടെ നടുവ്, പ്രശ്നങ്ങളുടെ നടുവിൽ ആരോടും പ്രതികാരമില്ലാതെ, ആരോട് യാതൊരു വിധമായ പകയില്ലാതെ, വാശിയില്ലാതെ, വൈരാഗ്യമില്ലാതെ എല്ലാം ദൈവത്തോട് മാത്രം പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. കാട്ടിലാണോ എവിടെയാണെന്ന് അറിയത്തില്ല, മരത്തിന്റെ ചുവട്ടിലാണോ അറിയത്തില്ല, പാറയുടെ പിളർപ്പിലാണോ അറിയത്തില്ല, കടുന്തൂക്കായി നിൽക്കുന്ന പാറയുടെ ഏതെങ്കിലും ചരിവിലാണോ അവൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഒറ്റയ്ക്ക് നാൾ ഇരുന്നുകൊണ്ട് അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ പ്രത്യാശ നിന്നില. ഹല്ലേലൂയ. പ്രത്യാശ നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രത്യാശ നീ മാത്രമാണ്. എനിക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനയ്ക്ക് വീടുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. അതാണ് 14-ാമത്തെ
വാക്യത്തിൽ പറയുന്നത് ധൈര്യപ്പെട്ടിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയുന്നത്, ആമേൻ, നമ്മുടെ ശക്തിയെ ഇല്ലാതാക്കി കളയുന്നത്, നമ്മുടെ മനോധൈര്യത്തെ ആമേൻ നഷ്ടപ്പെടുത്തി കളയുന്ന ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ നമ്മെ വട്ടമിട്ട് പിടിക്കുവാൻ ആഞ്ഞെടുത്തു വന്നാൽ ഒരുപക്ഷെ പിടിച്ചെന്നിരിക്കട്ടെ, ഇന്ന് രാത്രി ധൈര്യം ചോർന്നു പോകരുത്. ആമേൻ, ധൈര്യമുള്ളവരായി, ആത്മധൈര്യമുള്ളവരായി നമ്മുടെ പ്രത്യാശ കർത്താവിൽ വെച്ചുകൊണ്ട് പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ നമ്മുടെ പ്രാർത്ഥന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ വിടുവിക്കാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. അതിനകത്ത് ദാവീദ് പറയുന്നു, അവൻ എന്താണ് വായിക്കുന്നത്? യഹോവയിൽ പ്രത്യാശ വെച്ചു വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്തിനാ പിശാച് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ടുവരുന്നറിയാമോ? നമ്മുടെ ഹൃദയത്തെ തളർത്തി കളയാന്, നമ്മുടെ ഹൃദയത്തെ വല്ലാതെ അവൻ വേദനിപ്പിക്കാന്, നമ്മളെ വല്ലാതെ ടെൻഷൻ എടുപ്പിക്കാന്, വല്ലാതെ ആകുല ചിത്രത്തിലേക്ക് കൊണ്ടുപോകാന്, വ്യാകുലതയിലേക്ക് കൊണ്ടുപോകാന്, നമ്മെ വല്ലാതെ ആത്മീയത്തിൽ നിന്ന് പിടിച്ചു പുറകോട്ട് അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ പിശാച് ഒത്തിരി പദ്ധതികൾ ഇടുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ നമുക്ക് നൽകി തരുന്ന ബുദ്ധി ഉപദേശം, നമുക്ക് നൽകി തരുന്ന ആലോചന, നമുക്ക് നൽകി തരുന്ന ദൈവത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് അവൻ ധൈര്യം നഷ്ടപ്പെട്ടു പോകരുത്. ആത്മാവിൽ പ്രത്യാശയോടെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്ത് പ്രശ്നം വന്നാലും വേദില്ല, നിനക്ക് വിളിച്ചെന്ന് പറഞ്ഞാലും എന്ത് രോഗം നിന്നെ സഹായിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, നിന്റെ സങ്കടം അറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന, നിന്റെ നമ്പരങ്ങൾ അറിയുന്ന ഒരു നല്ല ആത്മസ്നേഹിത നമുക്കുണ്ട്. അവൻ നമ്മളെ കൈവിടിക്കുന്നു, അവൻ വിട്ടുകളയുന്ന ദൈവമല്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ നമ്മളെ ഒരു നാളുമല്ല, അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. രാത്രി ഓടിച്ചു നേരിട്ട് ചില കാര്യങ്ങൾ അവനെ പറഞ്ഞു എന്നിരിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനെ പ്രത്യാശ എന്ന് അവരൊറ്റ വാക്കിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ നല്ല പ്രത്യാശ എന്ന് ആമേൻ ഏതെല്ലാം തരത്തിലുള്ള പ്രത്യാശകളുണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ അതിന് 4 വകഭേദങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1 ആമേൻ ആശ, 2 നിരാശ. ഹല്ലേലൂയ. ആമേൻ 3 പ്രത്യാശ, 2 ആമേൻ ഭംഗപ്രത്യാശ. അങ്ങനെ 4 വകഭേദങ്ങൾ ഇതിനുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആശ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ട് അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആശിക്കുന്നതിനെ ആശ എന്ന് പറയും. അതൊരു പക്ഷേ ആമേ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന മാനസികമാകുന്ന വേദനയാണ് നിരാശ എന്ന് പറയുന്നത്. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടേയില്ല. സ്തോത്രം. പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നറിയാം, കണ്ടിട്ടേയില്ല, അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനോഭാവത്തെ പറയുന്ന പേരാണ് പ്രത്യാശ. ഹല്ലേലൂയ. നമുക്ക് ദൈവമക്കൾക്ക് നൽകി തന്നിരിക്കുന്ന ഒട്ടനവധി പ്രത്യാശകളുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. അതിനകത്ത് പരമപ്രധാനമായിട്ട് പറയുന്ന ഒരുപാട് പ്രത്യാശകളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. അത് കേട്ടിട്ട് ആരും ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രത്യാശയാ. ഇവിടുത്തെ എന്തെങ്കിലും കിട്ടുമെന്നോ ഇവിടുത്തെ എന്തെങ്കിലും നമുക്ക് ലഭിക്കുമെന്നോ ഒന്നും അല്ല. അവൻ നമ്മുടെ പ്രത്യാശ ദൈവത്തിന്റെ ജനത്തിന്റെ അവൻ യേശു ക്രിസ്തുവിന്റെ തിരുനണത്താൽ അവൻ ചുടുചോരയാൽ അല്ലെങ്കിൽ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നമ്മെ വീണ്ടെടുക്ക പ്രാപിച്ച ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും ആത്യന്ത പ്രത്യാശ എന്ന് പറയുന്നത്, ആത്യന്തിക പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. അല്ലേ, ഈ പങ്കപ്പാടുകൾ സഹിച്ചുകൊണ്ട്, ഈ കഷ്ടത സഹിച്ചുകൊണ്ട്, വേദനകൾ സഹിച്ചുകൊണ്ട്, നിന്ദകൾ സഹിച്ചുകൊണ്ട്, ആക്ഷേപങ്ങൾ സഹിച്ചുകൊണ്ട്, ഒറ്റപ്പെടലുകൾ സഹിച്ചുകൊണ്ട്, മാറ്റി നിർത്തലുകൾ സഹിച്ചുകൊണ്ട് ഇടത്തിൽ പിന്നെയും നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ട്? അവൻ നമുക്കൊരു പ്രത്യാശയുണ്ട്. അവന് കഷ്ടതയില്ലാത്ത, കഷ്ടതയുടെ നടുവിൽ നിന്ന് കഷ്ടതയില്ലാത്തൊരു നാട്ടിൽ, ഈ വേദനയുടെ നാട്ടിൽ നിന്ന് വേദനയില്ലാത്തൊരു നാട്ടിലേക്ക്, ഈ രോഗമുള്ള നാട്ടിൽ നിന്ന്
ഹല്ലേലൂയ. അതാ നമ്മുടെ ആത്യന്തികമായ പരമപ്രധാനമായ ഒരു പ്രത്യാശ. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രത്യാശ എന്ന് പറയുന്നത് അവൻ 1000 ആണ്ട് വാസമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനോടുകൂടെ യേശു കർത്താവ് അവന് പണിതിറക്കിക്കൊണ്ടുവരുന്ന പുതിയ യെരൂശലേമിൽ നമ്മൾ 1000 ആണ്ട് വസിക്കുമെന്നുള്ള നമ്മുടെ പ്രത്യാശ. അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ആത്യന്തിക പ്രത്യാശയുടെ മറ്റൊന്ന്. ഹല്ലേലൂയ. മൂന്നാമത്തത് അവൻ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിൽ നിന്ന് വാഗ്ദത്തം ചെയ്ത് ലഭിക്കപ്പെട്ടതാകുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്യന്തിക പ്രത്യാശ. പരിശുദ്ധാത്മാവ് നമുക്ക് ഇകത്തിലില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവൻ യേശു ക്രിസ്തു ഇവിടുന്ന് വാങ്ങിപ്പോകുമ്പോൾ യേശു കർത്താവ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഗുണം, അവൻ ഞാൻ പോയാലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന് മറ്റൊരു കാര്യത്തിനെ നിങ്ങളുടെ കൂടെ ആക്കിയിട്ട് ഞാൻ പോകും. നിങ്ങളുടെ സകല കാര്യങ്ങൾ ചെയ്തു തരാം. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരാം. നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കരം പിടിച്ചു നടത്താൻ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ബോധമരുത്തി തരാൻ അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിന്നെ പഠിപ്പിക്കാൻ, നിത്യത്തെ കുറിച്ച് നിന്നെ പഠിപ്പിക്കാൻ, സ്വർഗ്ഗത്തെ കുറിച്ച് നിന്നെ പഠിപ്പിക്കാൻ, അവൻ നരകത്തെ കുറിച്ച് നിന്നെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിന്നെ എടുക്കാറ്റിട്ടേ പോകൂ. അത് പിതാവിനോട് വാഗ്ദത്തം ചെയ്തതാകൂ. ആ വാഗ്ദത്തമെന്ത്? പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്യന്തിക പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്തത് നമ്മുടെ ആത്യന്തിക പ്രത്യാശ എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ പുനരുത്ഥാനം. ഒരുപക്ഷെ നമ്മളെ മരിച്ചടക്കപ്പെട്ടാൽ അവൻ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്, അവൻ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ അവൻ ഉയർപ്പിച്ച് അതേ ആത്മാവിന്റെ ശക്തിയാൽ ഒരുപക്ഷെ ഞാൻ നിങ്ങൾ നമ്മുടെ യേശുവിനെ മടങ്ങി മരിച്ചു മൺമറഞ്ഞിരുന്നെങ്കിൽ അവൻ കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് ഹേ മരണമേ നിന്നെ ജയിച്ചവരെ, ഹേ മരണമേ നിന്നെ വീശമുള്ളവരെ എന്ന് പറഞ്ഞ് അവൻ മരണബാധാവിനെ ജയിച്ചത് പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. അല്ല, ആ സമയം നമ്മുടെ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ മൺമയമായ ഈ ശരീരം മാറി വിൺമയമായത് പ്രാപിച്ചുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിച്ചുകൊണ്ട് നമ്മൾ തൊടിയുടെ വേറെ കണ്ട് അവരിവിടെ കൈവരുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവരോടൊപ്പം പറന്നുയരുന്നതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എല്ലാം കഴിയുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു പ്രത്യാശ എന്ന് പറയുന്നത് അവൻ ഇതെല്ലാം കഴിഞ്ഞ് ആമേൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു കർത്താവുമായിട്ടുള്ള ആത്മമണവാളനുമായിട്ടുള്ള അവൻ തങ്കമണവാട്ടിയായിരിക്കുന്ന ഞാൻ നിങ്ങൾ വേലി കഴിക്കപ്പെടുന്നതാണ്. ഹല്ലേലൂയ. പരമപ്രധാനമായ മറ്റൊരു പ്രത്യാശ. ഹല്ലേലൂയ. ആ വേലിയെല്ലാം കഴിച്ച് ആമേൻ ഈ ഭൂമിയിലേക്ക് വന്ന് 1000 ആണ്ടത്തെ വാസം കഴിഞ്ഞ് ഹല്ലേലൂയ ഇവിടെ നിന്ന് അവൻ തന്റെ തങ്കമണവാട്ടിയെ ചേർത്തുകൊണ്ട് അവൻ നിത്യതയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് പരമപ്രധാനമായ മറ്റൊരു പ്രത്യാശ. നമുക്ക് നൽകി തന്നിട്ടുള്ള നിത്യത. ഹല്ലേലൂയ. അവൻ തങ്കമണവാട്ടിയെ തന്റെ മാറോട് ചേർത്തണക്ക് അണച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവൻ പഴയ നിയമഭക്തന്മാർ ദൂതന്മാർ സകലരും ചേർന്നുകൊണ്ട് ചോദിക്കും അവന്റെ മാർവിൽ ചാരി വരുന്നോ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും അതിശയത്തോട് നോക്കിയിരിക്കും. യേശു എന്ന തങ്കമണവാളന്റെ മാറിൽ ചാരിക്കൊണ്ട് അവനോട് തങ്കമണവാട്ടി കയറി വരുമ്പോൾ അവൻ സകലം ചോദിക്കുന്നു അവൻ യേശുവിന്റെ മാറിൽ ചാരി വരുന്ന ഈ തങ്കമണവാട്ടി ആരാണ്? ഹല്ലേലൂയ. അവർ യേശു ഒന്നുകൂടെ ചേർത്തണച്ചുകൊണ്ട് പറയും എനിക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചവർ, എനിക്ക് വേണ്ടി രക്തസാക്ഷികളായവർ, എനിക്ക് വേണ്ടി നെഞ്ഞുനെക്കി കൊടുത്തവർ, എനിക്ക് വേണ്ടി അവൻ നിലനിന്നവർ, അവൻ വന്നപ്പോൾ അവൻ തള്ളിക്കളയാതെ അവൻ വലിയ ക്രൂരമായ പീഡനം വന്നപ്പോൾ തള്ളിക്കളയാതെ കാത്തിരുന്ന എന്റെ തങ്കമണവാട്ടി നവീന കൊടുത്തു വാങ്ങിയ എന്റെ തീർച്ചവ. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മുടെ ആത്യന്തിക പ്രത്യാശ. ഇതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ക്രൈസ്തവ ജീവിതം. ഹല്ലേലൂയ. ഇവിടെ എന്തെങ്കിലും അവയെ തല്ലി വാരി കോരിയെടുക്കാനല്ല, ഇവിടെ തോട്ടം വാങ്ങിക്കാനല്ല, അവൻ ഇവിടെ കാർ വണ്ടി വാങ്ങിക്കാനല്ല, ഇവിടെ എന്തെങ്കിലും ലക്ഷങ്ങൾ ഉണ്ടാക്കാനല്ല, ഇവിടെ കോടികൾ ഉണ്ടാക്കാനല്ല. ഹല്ലേലൂയ. കോടികൾ ഉണ്ടാക്കിയവരാര്? അവർ ഈ ലോകത്തിൽ അനന്തകാലം ഇവിടെ പാർത്തിട്ടില്ല, പാർക്കാൻ പറ്റില്ല. അവരൊക്കെ ഇഹലോകവാസം വെടിഞ്ഞെങ്കിൽ അതുകൊണ്ട് വല്ല പ്രിയരെ ക്രൈസ്തവ ജീവിതത്തിന്റെ ആത്യന്തിക പ്രത്യാശ മുറുകെ പിടിച്ചു.
ഫിലിപ്പിയർക്ക് ലേഖനം എഴുതും 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ എഴുതി വെച്ചത്, അവൻ നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം എന്ന് സ്വർഗത്തില. അവിടെ നിന്നല്ലയോ അവൻ നമ്മെ ചേർക്കാൻ മടങ്ങി വരുന്നത്. നമ്മുടെ താഴ്ചയുള്ള ശരീരം, അതെല്ലാം മാറിയിട്ട് താഴ്ചയില്ലാത്ത ഒരു തേജസ്കരിയുടെ ശരീരമായി അവനോടൊപ്പം നമ്മൾ പറന്നുയരും പ്രിയരെ. അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തരുത്. ഹല്ലേലൂയ. എന്തെല്ലാം ഭംഗം വന്നാലും, അല്പ പൈസയ്ക്ക് ഭംഗം വന്നാലും, ഹല്ലേലൂയ, മറ്റ് ജീവിതത്തിന്റെ സന്ധാരണത്തിന് വേണ്ടിയുള്ളത് എന്തെങ്കിലും ഭംഗം വന്നാലും, ഹല്ലേലൂയ, അവൻ എന്തെല്ലാം വന്നാലും ഏതെല്ലാം വന്നാലും, ഹല്ലേലൂയ, അവൻ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തരുത്. അതിലെ പാട്ടുകാരും എന്തെല്ലാം വന്നാലും സന്തോഷ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും സന്തോഷമായി യാത്ര ചെയ്യും. കാരണം അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ. ആമേൻ. എന്തെല്ലാം വന്നാലും ഏതെല്ലാം വന്നാലും കർത്താവിനോടൊപ്പം യാത്ര ചെയ്യേണ്ടുന്നതിന് അവന് ഉയരത്തിൽ ക്രിസ്തു വരിക്കുന്നുണ്ട്. പ്രത്യാശയ്ക്ക് ഞാൻ ഒരു കാലത്ത് ഭംഗം വരുത്തത്തില്ല. ആ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ഞാൻ മുൻപോട്ട് പോകുമല്ലേലൂയ. അവൻ അതുകൊണ്ട് പാട്ടുകാരൻ മാറി എന്തെല്ലാം വന്നാലും ഏതെല്ലാം സംഭവിച്ചാലും അവനെ യേശുവിനോട് യാത്ര ചെയ്യും. എന്റെ പ്രത്യാശയെ മുറുകെ പിടിക്കും. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, ചേർന്നാൽ മാറി. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, കർത്താവ് സന്നിധം ചേർന്നാൽ മതി.
രാത്രി നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. യേശുവിനോട് ചേർന്നുള്ള വാസം എത്രയോ ശ്രേഷ്ഠമാണ് പ്രിയരെ. അവരൊരൊറ്റ വാക്കുകൾ വായിച്ച് ഞാൻ വേഗത്തിലിരിക്കാം. അത് പ്രസംഗിക്കാനല്ല, ആമേ പ്രത്യാശയ്ക്ക് ഭംഗം വന്നാൽ ഉണ്ടാകുന്ന ഹല്ലേലൂയ ദോഷം വായിക്കാം. എഗസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം വേഗം ഒന്ന് വായിച്ചേട്ടെ. എഗസ്കേലിന്റെ പുസ്തകം 37:11. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്രാ, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഇസ്രായേൽ ജനം പറയുകയാണ് ഹല്ലേലൂയ. യേശു കർത്താവ് യഹോവയാകുന്ന ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്. യെഹെസ്കേലേ, ഇസ്രായേൽ ജനം നിലവിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, അവരേറ്റം മുടിഞ്ഞിരിക്കുന്നു, എല്ലാം തകർന്നു പോയി. അവനൊരു അസ്ഥി പഞ്ചരമായി മാറി. ദൈവത്തിന് സ്തോത്രം. അല്ല, 36-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവൻ ഇസ്രായേലിനെ പറ്റി പർവ്വത സമാനമായിരുന്ന ഇസ്രായേൽ ഇപ്പോൾ താഴ്വരയിൽ വന്നു കിടക്കുകയാണ്, അസ്ഥി പഞ്ചരമായി കിടക്കുക. എന്തുകൊണ്ട്? അവൻ അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നതുകൊണ്ട്. യഹോവയാകുന്ന ദൈവത്തിലുള്ളവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, അവരുടെ ആരാധന നഷ്ടപ്പെട്ടു, അവരുടെ വചനധ്യാനം നഷ്ടപ്പെട്ടു, അവരുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു, അവരുടെ ഉപവാസം നഷ്ടപ്പെട്ടു. അവർ ലൗകിക ജീവിതത്തിലേക്ക് വഴുതി മാറി. ആമേൻ. നല്ലൊരു വിഗ്രഹാരാധനയിലേക്ക് അവർ മാറി. ഏകസത്യ ദൈവത്തിലുള്ളവർ വിശ്വാസം അവരുടെ അകതാരിൽ നിന്ന് നീങ്ങി മാറിയപ്പോൾ അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നപ്പോൾ അവർ തന്നെ വിളിച്ചു പറയുകയാ, അവൻ ഞങ്ങൾ തീരെ മുടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തരുത്. രാത്രി ഞാൻ വാക്കുകളിൽ നിർത്തിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി ആധികാരികമായി ചിന്തിക്കാനുണ്ട്. പ്രത്യാശ കൈവിട്ടു പോകാതെ ആ പ്രത്യാശയിൽ നിലനിന്ന അനവധി പേരെ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു 38 വർഷമായിട്ട് ഒരു കുളക്കരയിൽ രോഗസൗഖ്യത്തിന് വേണ്ടി കിടക്കുന്ന ഒരു മനുഷ്യൻ നമുക്കറിയാം. ഹല്ലേലൂയ. ആ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ 38 വർഷം കൊണ്ട് കിടക്കുക. പക്ഷേ ആ മനുഷ്യന്റെ അകത്തെ പ്രത്യാശ എന്ന് പറയുന്നത് യേശുവായിരുന്നു. ഹല്ലേലൂയ. അവൻ മനുഷ്യനറിയാം, ആരും എന്നെ രക്ഷിച്ചില്ലെങ്കിലും, ആരും എന്നെ വിടുവിച്ചില്ലെങ്കിലും, ഈ ദൂതൻ അവൻ ഇറങ്ങി വന്ന് കുളം കലക്കി. ആ സമയത്ത് തന്നെ ആരും ഇറക്കിയില്ലെങ്കിലും, ഈ ദൂതൻ എന്നെ രക്ഷിച്ചില്ലെങ്കിലും, അദ്ദേഹം എവിടെയോ കേട്ടൊരു എന്നെ കേൾവി കിടപ്പുണ്ട്. യേശു വരും എന്നുള്ള ക്രിസ്തുവിനുള്ള പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് നീണ്ട 38 വർഷം അവിടെ കിടക്കുമ്പോൾ അവനെ തേടി യേശു വരികയാ. അവന്റെ അരികിലേക്ക് യേശു വരികയാ. യേശു വന്നവന്റെ അവൻ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ അവനെ പ്രത്യാശ മുറുകെ പിടിച്ച്, ക്രിസ്തുവിനുള്ള പ്രത്യാശ മുറുകെ പിടിച്ചുള്ളവനെ അവൻ മുടിഞ്ഞു പോകാൻ സ്വർഗം സമ്മതിച്ചില്ല, അവൻ തകർന്നു പോകാൻ സ്വർഗം സമ്മതിച്ചില്ല. അവന്റെ വീടിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഒത്തിരി പാരമ്പര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിന്റെ കുളത്തെ പറ്റി ഒത്തിരി ഉണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ പഠിക്കുമ്പോൾ യെരൂശലേമിൽ ആട്ടുവാതിക്കലാണ് അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അവൻ 360 അടി നീളവും 130 അടി വീതിയും 75 അടി താഴ്ചയുമുണ്ട്. ഒരു ചെറിയ കുളമൊന്നുമല്ല. നല്ലൊരു യാഗത്തിന് കൊണ്ടുവരുന്ന ആടുകളെ കുളിപ്പിക്കുവാൻ ആ കുളത്തിലിറക്കി കുളിപ്പിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തുമായി കൊള്ളട്ടെ, സമയോചിതമായി സന്ദർഭോചിതമായി അവൻ ദൂതൻ ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ കുളം കലക്കും ആദ്യം ഇറങ്ങുന്നവരെ സൗഖ്യം. അവനെന്ന് യേശുവിലേക്ക് കടന്നു വന്ന് അവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ അവൻ ആഗ്രഹിച്ചതുപോലെ അവന്റെ ജീവിതത്തിൽ വലിയ വിടുതൽ കൊടുക്കുവാൻ യേശു വന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ അവൻ കൈവിടല്ലേ. യേശു നിന്നെ തേടി വരുന്നുണ്ട്. യേശുവിന്റെ വിഷയത്തിന് പരിഹാരം തരാം. യേശുവിന്റെ വിഷയത്തെ ഏറ്റെടുക്കാൻ, യേശുവിന്റെ വിഷയത്തെ ഈടവരാൻ, യേശുവിന്റെ വിഷയം സന്ദർശിക്കുക. യേശുവിന്റെ സകല കാര്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നിന്നെ തേടി വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ പ്രത്യാശ പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വരവിന് ഒരുങ്ങി കാത്തിരിക്കാം.
മാറാനാഥ യേശുവരവൻ കാലമായി സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എല്ലാം മാറി കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അടിക്കടി കൊല്ലും കൊലപാതകങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കുടുംബത്തിലുള്ള ആമേൻ 5 എണ്ണത്തിനെ ആ കുടുംബത്തിലുള്ള വ്യക്തി തന്നെ കൊല്ലുന്നു. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. ആമേൻ. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വേണ്ട എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ കേരളം അഭിമാന പുരസ്കാരം നിന്നത് ആമേൻ സാക്ഷര സുന്ദര കേരളമെന്നും ആമേൻ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന കേരളം പോലും ആമേൻ തലകുനിച്ച് അതപ്പതിച്ച് തലകുനിച്ച് നിൽക്കേണ്ട അങ്ങ് മൂക്കത്ത് വരവെച്ചുകൊണ്ട് അയ്യോ എന്ന് പറയേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ക്ലിപ്പ് കണ്ടു. ആമേൻ മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്ന ആമേൻ ഭാര്യ ഭർത്താവ് വെളിയിൽ നിന്ന് നീളൊരു കടാറ് കൊണ്ടുവന്ന് നിർദാക്ഷിണ്യം കയറി ചതുരം പതിരം കുത്തി അതിനെ മലർത്തുന്നു. ഹല്ലേലൂയ. ആമേൻ കൂടെ പാർക്കുന്ന ആമേന്റെ പെമ്പറന്നെത്തിയ ഹല്ലേലൂയ. സ്നേഹം അവിടെ പോയി. ആമേൻ ദൈവത്തെ ഭയമില്ലാതെ ലോകമല്ലാതെ അതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പൈശാചിക മേഖലകൾ ആമേൻ അതിന്റെ ആധിപത്യത്തോടെ സ്ഥാപിച്ചുകൊണ്ട് മയക്കുമരുന്നിവിടെ ആമേൻ വാരി വന്നിരിക്കൊണ്ട് ആർക്കും ചോദ്യം ചെയ്യുവാൻ കഴിയാതെ അവൻ നിയമങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ ഇവിടെ അരങ്ങര കേൾക്കുമ്പോൾ അവൻ ഇങ്ങനെ കൂട്ടാതെ ശക്തമായി പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മളൊന്നും നേടിയെന്നല്ല താഴെ നശിച്ചു വന്ന തലമുറയ്ക്ക് വേണ്ടി നശിച്ചു പോകുന്ന യുവതയുവർക്ക് വേണ്ടി. അതുകൊണ്ട് യേശുവരൻ കാലമായി സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ പ്രത്യാശയ്ക്ക് മങ്ങമരാതെ ആത്യന്തിക പ്രത്യാശയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ഒരുങ്ങുക. അനേകർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുക. അനേകരെ ക്രിസ്തുവിൽ എല്ലാവരെയും സ്നാനപ്പെടുത്തി കർത്താവിന്റെ സമയോട് ചേർത്തുകൊണ്ട് ദൗത്യങ്ങളെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകൾ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സമയം അനുവദിച്ച് കർത്താവദാസനം ഐക്യകൂട്ടായ്മയ്ക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹമായിരിക്കുന്ന നല്ല ദൈവിക ശബ്ദം രാത്രികാലം നമ്മളെ കേൾപ്പിക്കാനിടയായി തീർന്നു. യഹോവയിൽ പ്രത്യാശ വെക്കുക. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക, ഉറപ്പുള്ളവരായിരിക്കുക, വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. അതിൻ്റെ 29-ാം ഹല്ലേലൂയ അധ്യായത്തിൽ പറയുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പി. ഹല്ലേലൂയ. യഹോവയ്ക്ക് അവരുടെ നാമത്തിന് മഹത്വം കൊടുപ്പി. ആമീൻ. വിശുദ്ധ അലങ്കാരത്തോടെ അവനെന്ത് ചെയ്യണം? മഹത്വം കൊടുക്കണം. വിശുദ്ധ അലങ്കാരം. എന്താണ് വിശുദ്ധ അലങ്കാരം? ഹല്ലേലൂയ. വിശുദ്ധ അലങ്കാരത്തോടെ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കണം. ദിവസം വിളിച്ചു പറയുന്നു. ആമീൻ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധനായിരിക്കും. ആമീൻ. വിശുദ്ധിയോടെ കർത്താവിനെ, ആ അലങ്കാരത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഈ യോബിനെ കുറിച്ച് വായിക്കുന്നത്. ആമീൻ. നമുക്കറിയാം, അവൻ നീതിയുള്ളവനായിരുന്നു. ആമീൻ. ഹല്ലേലൂയ. അവൻ ദോഷത്തെ വിട്ടകന്നവനായിരുന്നു. ഹല്ലേലൂയ. അവൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവനല്ലായിരുന്നു. അവൻ സ്നേഹമുള്ളവനായിരുന്നു. ആമീൻ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ മറ്റുള്ളവരെ ആമീൻ ഹല്ലേലൂയ സ്നേഹിക്കുന്നവനായിരുന്നു, കരുതുന്നവനായിരുന്നു. അങ്ങനെയൊക്കെ ഒരു വലിയ നീണ്ട നിര തന്നെ അവനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയുക. അതാണ് അലങ്കാരം. ആ അലങ്കാരത്തോടെ കൂടെ ആയിരിക്കണം കർത്താവിനെ മഹത്വപ്പെടുത്താൻ. അങ്ങനെ നമ്മൾ മഹത്വപ്പെടുത്തിയാൽ മാത്രമേ കർത്താവിൽ നിന്ന് ചിലത് കൈമാറത്തുള്ളൂ. കർത്താവിൽ നിന്ന് നമുക്ക് വല്ലതും പ്രാപിക്കണമെങ്കിൽ ആമേൻ നമ്മൾ നീതിയുള്ളവരായി, നിഷ്കളങ്കതയുള്ളവരായി, നിർമ്മലതയുള്ളവരായി, ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധിയുള്ളവരായിരുന്നാൽ മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ വല്ലതും നൽകത്തുള്ളൂ. നമുക്ക് പിന്നെ പ്രതീക്ഷയുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നാൽ മാത്രമേ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാവൂ, ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. രാത്രികാലം അങ്ങനെ ഇരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 3 ദിവസക്കാലം കടലാവളിയുടെ ദേശത്ത് പുന്നലിക്കുന്ന ദേശത്തിന് വേണ്ടി 3 ദിവസക്കാലം ആമീൻ ഹല്ലേലൂയ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീർന്നു. ആമീൻ ഹല്ലേലൂയ കടന്ന് വന്ന ദൈവദാസന്മാർ ആമീൻ അവര് നമുക്ക് ആവശ്യമാകുന്ന ദൈവിക ദൂത് തന്നു. ആമീൻ ഹല്ലേലൂയ വ്യക്തിപരമായി സംസാരിച്ചു. ആ ദേശത്തിന് വലിയ വിടുതലായി, ആ ദേശത്തിന് വലിയ കൂട്ടം ജനത്തെ സ്വർഗത്തിൽ ദൈവം കൊണ്ടുവന്നു. ആമീൻ. വിളിച്ചവരാരും വന്നില്ലെങ്കിലും, മുഖതാവിൽ വിളിച്ചവരാരും വന്നില്ലെങ്കിലും, ആമീൻ നോട്ടീസ് കൊണ്ടുവന്ന് ഗേറ്റിൽ കൂടി ഇട്ടിട്ട് പോയി, ആരെയും കാണാത്തോണ്ട് ഇട്ടിട്ട് പോയവരെല്ലാവരും വന്നു. ആമീൻ. അവർക്കത് വലിയ വിടുതലിന് കാരണമായി മാറി.
ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ഈ മാസത്തെ അവസാനം നടക്കുന്ന കൺവെൻഷനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദേശത്ത് വലിയൊരു അനുഗ്രഹമായി മാറണം, വിടുതലായി മാറണം. ആമീൻ. ഹല്ലേലൂയ. ഇന്ന് വരെ ആമീൻ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം ഈ ദേശക്കാർ അനുഭവിക്കണം. ആമീൻ. അവർ ചോദിക്കണം, ആമീൻ, ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു, ആമീൻ, അവന്റെ സാന്നിധ്യം ഞങ്ങൾ കാലിലെ അനുഭവിച്ചു, രുചിച്ചറിഞ്ഞു എന്ന് പറയത്തക്കവണ്ണം വലിയൊരു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് ആമീൻ ഹല്ലേലൂയ ഒരു ആമീൻ ഹല്ലേലൂയ ശുശ്രൂഷകൾ നമുക്ക് ഇവിടെ ചെയ്യാറുണ്ട്. ആമീൻ. കഴിഞ്ഞ ദിവസം ആമീൻ 2 കിറ്റ് ഒരാള് ആമീൻ സ്പോൺസർ ചെയ്തു. അത് ആമീൻ ഞാൻ വാങ്ങി ഇന്ന് സന്ധ്യാസമയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുമിച്ച് നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾ കരങ്ങളെ ഒന്ന് പുറത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുകയാണ്. കർത്താവേ, ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്ക് ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, കർത്താവ് പറയുന്നല്ലോ ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ, ആകാരമില്ലാത്തവൻ ആകാരം കൊടുപ്പി, വസ്ത്രമില്ലാത്തവൻ വസ്ത്രം കൊടുപ്പി. ആമീൻ. ഇങ്ങനെ ശുശ്രൂഷിച്ച് ആമീൻ പഠിപ്പിച്ച കർത്താവേ, ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. ഈ ചെറിയ മേഖലയിലല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതിലും വലിയ മേഖല ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലും വലിയ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സാലരെ രാത്രി കാലം ആമീൻ 2 കുടുംബങ്ങൾക്ക് കൈമാറുവാൻ തന്ന കർത്താവേ, ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ, നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ ഞങ്ങൾ കൃത്യമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അവരെ ധാരാളമായി അനുഗ്രഹിക്കണം. ദൈവപ്രവർത്തിയ കുടുംബത്തിൽ വെളിപ്പെട്ട് കാണണം. ആമീൻ ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ ആ ധ്യാനിലെ കുടുംബത്തോട് വെല്ലുവിളിക്കുവാൻ സ്വർഗ്ഗം അനുവദിക്കരുത്. ആ തലമുറകളായിരിക്കുന്ന മേഖലകളിലൊക്കെ അവരെ സൂക്ഷിക്കണം. ആമീൻ. ദൈവത്തിന്റെ മഹത്വം അവരെ കാണുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലും അധികമായി ധാരാളമായി ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ കാലിൽ അനേകർക്ക് കൈമാറുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവരുടെ കരങ്ങളെ നിറയ്ക്ക് മാറാകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. രാത്രികാലം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകടനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് രാത്രികാലം അത് ഞങ്ങൾ കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവദാസന്മാർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നാട്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മുടെ ബേബി സഹോദരന്റെ സിസ്റ്റർ മുമ്പോട്ട് കടന്നു വന്നാട്ട്. ബേബി സഹോദരന്റെ സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമീൻ ഹല്ലേലൂയ. ശംശമാശയുടെ സ്തോത്രം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം പറഞ്ഞാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി ഇനിയും ഞങ്ങൾ കാണും. ദൈവിക വിടുതലുകൾ ഇനിയും കാണും. അനേക നന്മകളെ കൊടുക്കുവാൻ ഞങ്ങളെ ശക്തരാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. നെല്ലുകുന്ന് കടന്നു വന്ന ആമീൻ ഹല്ലേലൂയ തങ്കമസിസ് എഴുന്നേറ്റാണ്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാണ്. സ്തോത്രം പറഞ്ഞ് വാങ്ങിച്ചോട്ടെ. സ്തോത്രം പറഞ്ഞ് എല്ലാവരും സ്തോത്രം പറഞ്ഞാണ്. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. വലിയ ദൈവപ്രവർത്തികളിൽ ഞങ്ങളെ മേൽ കർത്താവ് ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആമീൻ ഹല്ലേലൂയ ശുശ്രൂഷകളെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ആമീൻ അപ്പച്ചൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നു.